ഹായ് ഫ്രണ്ട്സ്, വർബ ബാങ്കിൻ്റെ CD അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആപ്ലിക്കേഷനിലൂടെ ഫ്രീ ആയിട്ട് സർവീസ് ചാർജ് ഇല്ലാതെ ഇന്ത്യയിലേക്ക് ക്യാഷ് അയക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ NR അക്കൗണ്ടിലോ ഏത് അക്കൗണ്ടിലേക്ക് വേണമെങ്കിലും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ്, അതായത് സർവീസ് ചാർജ് ഇല്ലാതെ അല്ലെങ്കിൽ കമ്മീഷൻ ഇല്ലാതെ ക്യാഷ് അയക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മുന്നേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരുപാട് പുതിയ ആളുകളൊക്കെ അക്കൗണ്ട് എടുത്തപ്പോൾ അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇത് ക്യാഷ് അയക്കുക, എങ്ങനെയാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്യാഷ് അയക്കുന്ന രീതിയും ഒക്കെയാണ് കാണിച്ചു തരുന്നത്. ഇത് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അറിയാത്തവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. CD ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇന്ത്യയിലേക്ക് NRI അക്കൗണ്ടിലേക്കോ നമ്മളുടെ ഏത് അക്കൗണ്ടിലേക്കും സർവീസ് ചാർജ് ഇല്ലാതെ ക്യാഷ് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്യാഷ് അയക്കുന്നതിനായിട്ട് ബെനിഫിഷ്യറി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ എറർ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ സിദ്ധി അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ശേഷം നമ്മൾ ഈ സെൻറ്ററിൽ കാണിക്കുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ സൂപ്പർ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സൂപ്പർ ട്രാൻസ്ഫറിൽ വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ഇനി നിങ്ങൾക്ക് പുതുതായിട്ടൊരു ബെനിഫിഷ്യറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. പിന്നെ ബെനിഫിഷ്യറിയുടെ പേര് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഇന്ത്യ എന്ന് തന്നെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് ആണ്, ഇവിടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് അടിച്ചു കൊടുക്കുക. ശേഷം ബ്രാഞ്ച് കോഡ് അടിച്ചു കൊടുക്കുക, അതായത് IFSC കോഡ് അടിച്ചു കൊടുക്കുക. ഇത് അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചാൽ നെക്സ്റ്റ് പോകില്ല. ഒരുപാട് പേർക്ക് ഇവിടെ നിന്നാണ് കൺഫ്യൂഷന്, നെക്സ്റ്റ് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്ക് കോഡ് അല്ലെങ്കിൽ ബ്രാഞ്ച് കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് നമുക്ക് ലഭ്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ അക്കൗണ്ട് നമ്പർ അടിച്ച അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ ഓണായി വരുന്നതാണ്. ഇനി നമ്മളിവിടെ ഒരു കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ബെനിഫിഷ്യറിയുടെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളുടെ ബെനിഫിഷ്യറിക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങൾ അദ്ദേഹത്തിന് എന്ത് പേരിലാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുക. ഞാനിവിടെ NRO ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമ്മളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. OTP അടിച്ചിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ ബെനിഫിഷ്യറി സക്സസ്ഫുള്ളി ആഡ് ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാഷ് അയക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ ഞാൻ ആഡ് ചെയ്തൊരു ബെനിഫിഷ്യറി ഉണ്ട്, അതിലേക്ക് സെലക്ട് ചെയ്തു. ശേഷം നമ്മളുടെ കാർഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് എത്ര എമൗണ്ട് ആണോ അയക്കേണ്ടത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ അടിക്കേണ്ടത് ഇന്ത്യൻ എമൗണ്ട് ആണ്. നമുക്ക് മിനിമം അയക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3000 രൂപയാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു 2000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, കാൽക്കുലേറ്റ് കൊടുത്തു. ഇവിടെ കൊടുത്തിട്ടുണ്ട് എമൗണ്ട് ലെസ് ആൻഡ് മിനിമം ട്രാൻസ്ഫർ ലിമിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3000 അടിച്ചു കൊടുത്തു, കാൽക്കുലേറ്റ് കൊടുത്തു. അപ്പോൾ 3000 ഇന്ത്യൻ റുപ്പിക്ക് അനുയോജ്യമായ ദിനാർ അല്ലെങ്കിൽ ആ റേറ്റൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ട്രാൻസ്ഫർ ഫീ എന്ന് പറഞ്ഞിട്ട് ഫ്രീ എന്ന് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 3000 രൂപക്ക് ഇവിടെ നമുക്ക് ചാർജ് വരുന്നത് 11 KD 561 ഫിൽസാണ് നമുക്ക് വരുന്നത്. ഇനി നിങ്ങൾ ഇത് മറ്റുള്ള ബാങ്കുകളുടെ ആപ്പുമായി താരതമ്യം ചെയ്ത് നോക്കുക. 3000 രൂപക്ക് വിത്ത് കമ്മീഷന് എത്രയാണ് വരുന്നത് എന്ന്. എന്നിട്ട് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ ക്യാഷ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് പർപ്പസ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഫാമിലി മെയിൻ്റനൻസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട്.
അവിടെ നമ്മൾ ഫാമിലി മെയിൻ്റനൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ആക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ശേഷം നമ്മളുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ ഈ ഒരു സെൻഡ് ചെയ്ത ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സിദ്ധി ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇന്ത്യയിലേക്ക് നമ്മളുടെ ഏത് അക്കൗണ്ടിലേക്കും ട്രാൻസാക്ഷൻ ഫീസ് ഇല്ലാതെ നമുക്ക് ക്യാഷ് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.